ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ മെനു എന്തുവാന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ സ്പെഷ്യൽ ചെയ്യണമെന്നുണ്ട്. അപ്പം നമുക്കിന്ന് നോക്കാം. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കറിയാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ രാവിലെ പൂരിയും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. അപ്പം ഈ കറിയുടെ റെസിപ്പി ഞാൻ ഉടനെ ഇടാമേ. ഇത് അടിപൊളി ഒരു കറിയാണ്. അപ്പം പൂരി റെഡിയായി. ഇനിയിപ്പോൾ താഴെ കടയിലൊന്ന് പോകണം. അങ്ങനെ പൂരി ചുട്ടു, കറി ഉണ്ടാക്കി. അച്ചൂടെ ഫാൻ ഫിറ്റ് ചെയ്ത് തന്നേക്കും. അത്ര ചൂടാട്ടോ, നല്ല ചൂടാണ്. AC ഇട്ടിട്ട് പോലും AC-ക്കൊന്നും ഒരു ഇതേ ഇല്ല. ഇപ്പം ഞാൻ താഴെ കടയിലൊക്കെ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ലെമൺ റൈസ്, പൊട്ടറ്റോ ഫ്രൈ, എഗ് ഫ്രൈ. അപ്പം നമുക്ക് ഇത് ആദ്യം പൊട്ടറ്റോ ഫ്രൈ ചെയ്യാം. അതിനിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്, അരിയുന്നത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഞാൻ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുവാണ്. അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് ഒത്തിരി ഫ്രൈ ആവുന്നതിന് മുമ്പേ എടുക്കണം, എന്നാലാണ് ലെമൺ റൈസിന് നല്ലതായിട്ടിരിക്കാം. അപ്പം അതിന് ശേഷം ഈ പൊട്ടറ്റോയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇതിന് ആവശ്യമുള്ള മുളക് പൊടി, ഞാനൊരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യുക. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. അത് കാരണം പൊട്ടറ്റോ ആയതുകൊണ്ട് ഗ്യാസ്ട്രിക് ഇതൊക്കെ വരാതിരിക്കാൻ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പം അതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇത്രയും നമ്മൾ മസാല ഇടുന്നുള്ളൂ. അതിന് ശേഷം നല്ലോണം അത് ഇളക്കി, പിന്നെ ആവശ്യത്തിന് വെള്ളം, അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് ഗ്യാസിൽ വെച്ച് മൂടി വെച്ച് നമുക്കത് പറ്റിച്ചെടുക്കാം. അത് പറ്റിച്ചെടുത്തതിന് ശേഷം ഇപ്പം നോക്കി, നല്ലോണം വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഇത് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി ഫ്രൈ ആവുന്നതിന് മുമ്പ് ഇത് എടുക്കണേ. അപ്പം ഒരു മാതിരി ഫ്രൈ ആവുന്ന ഇപ്പോൾ ഇതുണ്ട്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പം ഞാൻ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി മാറ്റി വെച്ചു. ഇനി അടുത്തത് നമ്മൾ എഗ് ഫ്രൈക്ക്. അപ്പം ഈ എഗ്ഗ് ഇതുപോലെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യാൻ നേരം ഒരു നൂല് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തിലെ എല്ലോ ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നൂല് ഉപയോഗിക്കുക. ഇത് നല്ലൊരു ടിപ്പായിട്ട് എല്ലാവരും യൂസ് ചെയ്യാം. പിന്നെ ഇതിന് ഞാൻ മസാല പുരട്ടാൻ വേണ്ടി ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്യുന്നത് കോൺഫ്ലവറാണ്. അപ്പോൾ ഞാനൊരു 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അത് പോരായെങ്കിൽ നോക്കിയാൽ മതി. അപ്പം അതിലോട്ട് ഇനി അടുത്തതായിട്ട് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ എഗ്ഗിലോട്ട് നമ്മളിത് നല്ലതായിട്ട് പിടിപ്പിക്കണം. അതങ്ങനെ റോൾ ചെയ്ത് നല്ലതായിട്ട് എഗ്ഗ് അത് മൊത്തം കവർ ചെയ്യണേ. എന്നിട്ട് ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പം ദേ ഇതുപോലെ പുരട്ടി മാറ്റി വെക്കുക. കണ്ടോ, ഇങ്ങനെ ഈ പൊടിയിൽ ഒരു തുള്ളി വെള്ളമയം വീഴരുത്. അത് വെള്ളമയം ഇല്ലാതിരുന്നാലാണ് നമുക്ക് നല്ലോണം ഇത് പുരട്ടിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടി ഞാനൊരു 2-3 അല്ലി വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ചതച്ചെടുക്കുകയാണ്. നമ്മുടെ കല്ല് വെച്ച് ഇങ്ങനെ ചതച്ചിട്ടാൽ മതി. നമുക്ക് ആ എണ്ണയിൽ ഇടേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എഗ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയിലോട്ട് ആദ്യം വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അന്നേരം നല്ലൊരു മണമായിരിക്കും ആ എഗ് ഫ്രൈക്ക്. അപ്പം ഇതിപ്പം ചുമ്മാതെ കഴിക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് റൈസോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരു പിന്നെ പാതി ഒന്ന് ഒരു ഫ്രൈ ആവുന്ന ഒരു രീതി വരുമ്പോൾ നമുക്ക് മുട്ട അങ്ങോട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. കാരണം പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് ഇതിട്ടിട്ടെങ്ങും പോകരുത്, കരിഞ്ഞു പോവും. അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ ഭാഗത്തോട്ട് നീക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ എണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇപ്പം മുട്ടയുടെ ഒരു ഭാഗം റെഡി ആയപ്പം ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം മറുഭാഗവും പെട്ടെന്ന് തന്നെ ആവും. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക, പെട്ടെന്ന് തന്നെ എഗ്ഗ് റെഡിയാക്കി എടുക്കുക. അപ്പം ഇതിപ്പം 2 ഭാഗവും റെഡിയായി. അപ്പം നമ്മുടെ മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പാത്രത്തിലോട്ടോ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ എടുത്ത് നിങ്ങൾ മാറ്റുക. അപ്പോൾ ആ എണ്ണയെല്ലാം പോയി കിട്ടും.
ആ കറിവേപ്പില ഇഞ്ചിയും കളയരുത്, അത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ അത് ആരും കളയല്ലേ കേട്ടോ. ഇനി നമുക്ക് അടുത്ത് ലെമൺ റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി കടുക് ഇട്ട് കൊടുത്ത് എണ്ണയിലോട്ട്, പിന്നെ ഞാൻ ഇത്തിരി ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുത്ത്, അത് ഓപ്ഷനിലാണ്, അത് ഫ്ലേവർ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുത്ത്, ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു, 2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ കപ്പലണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും അല്ലെങ്കിൽ കാഷ്യൂനട്ട്, നിങ്ങൾക്ക് ഏത് ഇഷ്ടമെന്ന് വെച്ചാൽ അതും ഉപയോഗിക്കാമേ. പിന്നെ ഇതിനകത്ത് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും ചുമന്ന മുളകും കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുത്തേ. അതിനുശേഷം ഇത് റോസ്റ്റഡ് പീനട്ട് ആയതുകൊണ്ട് അതിന് ശേഷം ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ കപ്പലണ്ടി ഇടുന്നെങ്കിൽ ആദ്യമേ ഇട്ട് കൊടുക്കണം, എന്നാലേ ഫ്രൈ ആവത്തുള്ളേ. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. വളരെ സിമ്പിളായിട്ടുള്ള റൈസാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് കായപ്പൊടി ഇട്ട് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ്, അല്ലെങ്കിൽ റൈസിന് ഡയറക്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് എണ്ണയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളേ. അപ്പം ഞാനിവിടെ ഒരു ലെമണാണ്, വലിയ ലെമണാണ് പിഴിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ലാസ്റ്റ് ലെമൺ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, എന്നിട്ട് റൈസ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കാരണം ലെമൺ ഒഴിച്ചതിന് ശേഷം ഒത്തിരി ഗ്യാസ് ഓണാക്കി വെക്കരുത്, അല്ലെങ്കിൽ ലെമൺ ഈ റൈസിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇനി നല്ലോണം റൈസ് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാനും കേടാകാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള റൈസുകളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ട്രെയിൻ യാത്രയൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് നമ്മുടെ പണി കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാഷ്യൂനട്ട് ഉപയോഗിക്കേണ്ടവർക്ക് കാഷ്യൂനട്ടൊക്കെ ഉപയോഗിക്കാമേ. അപ്പോൾ അവരവരുടെ ഇഷ്ടമാണ് അതൊക്കെ. അപ്പം നമ്മുടെ ലെമൺ റൈസും എഗ്ഗ് ഫ്രൈയും പൊട്ടറ്റോ ഫ്രൈയും ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് മെനു ആണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.